ഗുഡ് മോർണിംഗ് എല്ലാ കുഞ്ഞ് അമ്മമാർക്കും വിദ്യാരംഭത്തിൻ്റെ ആശംസകൾ. ഒരാഴ്ച കഴിയുമ്പോഴത്തേനും നമ്മളുടെ കുട്ടികളെയെല്ലാം സ്കൂളിലേക്ക് വിടുവാനായിട്ട് നിങ്ങളെല്ലാം റെഡി ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പുതിയ ബാഗ്, ബുക്കുകൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള 2-3 ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് വിടുന്നതിന് മുമ്പ് നേരത്തെ എഴുന്നേൽപ്പിച്ച് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഹെൽത്തി ഫുഡ് കൊടുത്തു വിടുക. പിന്നെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ ആ കുട്ടികളെ കൊണ്ട് തന്നെ ആദ്യമേ തൊട്ട് അവനവൻ്റെ യൂണിഫോംസ് മാറ്റുവാനായിട്ട് പരിശീലിപ്പിക്കുക. ഷൂസ് ഒരിടത്ത് വെക്കുവാനായിട്ട് ശീലിപ്പിക്കുക. ടിഫിൻ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. അമ്മ ഞാനിത് കഴിച്ചു, കഴിച്ചാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അവരുടെ ടിഫിനൊക്കെ കഴുകാനായിട്ട് അവരെ പരിശീലിപ്പിക്കുക. ഹോംവർക്ക് ചെയ്യുന്നതോടൊപ്പം കുട്ടികളെ ഈ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫ്യൂച്ചറിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരുന്നത് കാണാം. രണ്ടാമത്, അമ്മമാരോട് നമ്മൾ മടുത്ത് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രസ്ട്രേഷൻ, വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഞ്ഞുങ്ങളുടെ തലയിലോട്ട് ഇടരുത്. 3, കൂടെ പഠിക്കാനായിട്ടിരിക്കുക. പഠിക്കുന്ന സമയത്ത് എന്താണ് അവരുടെ രീതികൾ, പഠന രീതികൾ നമ്മൾ ആദ്യമേ തന്നെ കണ്ടുപിടിക്കുക. അവർ ഓഡിറ്ററി മെത്തേഡാണോ, കേട്ട് പഠിക്കുന്ന കുട്ടികളാണോ, അതോ കണ്ടുപഠിക്കുന്ന കുട്ടികളാണോ? ചില കുട്ടികൾ കൂടുതൽ എഴുതി പഠിക്കാനുള്ള താല്പര്യം ഉള്ളവരായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളുടെ കഴിവുകളെ നമ്മൾ കണ്ടുപിടിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. രാത്രിയിൽ കിടക്കാൻ നേരത്ത് നല്ല കഥകളൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അവരെ ഒരു സെക്യൂർ ഫീലിംഗിലേക്ക്, നമ്മുടെ വീട് ഒരു സെക്യൂരിറ്റി ഹോം ആണ് എന്നുള്ള ഫീലിംഗ് എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ് യുവർ ചൈൽഡ്. സോ ഡോണ്ട് കമ്പയർ യുവർ ചൈൽഡ് വിത്ത് അതേഴ്സ് പ്ലീസ്. ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക് വാട്ട് ഐ ഡിഡ്. ഞാൻ എൻ്റെ മോളോട് കൊച്ചിലെ നീ ഇവരെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അവൾ ഇപ്പോഴും എന്നെ തിരിച്ച് ചീത്ത പറയാറുമുണ്ട്. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ലവ് യു ഓൾ. ജാക്ലിൻ.